ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമാണ് വാർദ്ധക്യം. ജീവിതത്തിലെ കടമകളെല്ലാം പൂർത്തിയാക്കി ഉത്തരവാദിത്തങ്ങളൊക്കെ പുതുതലമുറയെ ഏൽപ്പിച്ച് ദൈവഹിതാനുസരണം സസന്തോഷം ജീവിക്കേണ്ട കാലഘട്ടം. എന്നാൽ ശാരീരിക ആരോഗ്യം ക്ഷീണിക്കുമ്പോൾ കടന്നു വരുന്ന രോഗങ്ങൾ ഈ ആസ്വാദ്യ കാലഘട്ടത്തെ യാതനയുടെ കാലഘട്ടമാക്കാം. ജീവിതകാലം മുഴുവൻ നമുക്കായി കഠിനാധ്വാനം ചെയ്ത മാതാപിതാക്കളെ ജീവിത സായാഹ്നത്തിൽ അങ്ങനെ നരകിക്കാൻ വിട്ടുകൊടുക്കണമോ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. വൃദ്ധരായ മാതാപിതാക്കളെ കൂടെ നിന്ന് അവരെ പരിപാലിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിത ചിലവ് കുതിച്ചുയരുന്ന ഇന്നത്തെ കാലത്ത് കുടുംബത്തിന്റെ വരുമാനത്തിനായി സ്വദേശത്തും വിദേശത്തുമായി അധ്വാനിക്കുന്ന നമുക്ക് അത് സാധ്യമാകുമോ? ഒരിക്കലുമില്ല. മാത്രമല്ല, വിദഗ്ധരുടെ സേവനം അനിവാര്യമായ ആരോഗ്യ പരിപാലനത്തിന് നമുക്ക് പരിമിതികൾ ഏറെയാണ്. എന്നാൽ ഇവരുടെ സഹായത്തിന് ഒരു ഹോം നഴ്സിനെ നിയമിക്കാം എന്ന് വെച്ചാൽ ചിലവ് കൂടുതലാണ് എന്ന് മാത്രമല്ല, പ്രൊഫഷണൽ നഴ്സിംഗ് കെയർ പരിചിതമല്ലാത്ത ഇവരുടെ സേവനം മിക്കവാറും വിപരീത ഫലമായിരിക്കും സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പിന്നെ എന്തു ചെയ്യും? വിഷമിക്കേണ്ട. 17 വർഷക്കാലം സ്വിറ്റ്സർലൻഡിൽ നഴ്സുമാരായി, അതും അവിടത്തെ ഒരു പ്രമുഖ വാർദ്ധക്യകാല പരിപാലന സ്ഥാപനത്തിൽ ജോലി ചെയ്തതിനു ശേഷം നാട്ടിൽ വന്ന ഫ്രാൻസിസ് ലൂസി ദമ്പതികൾ ഇതേ അന്താരാഷ്ട്ര നിലവാരത്തിൽ കേരളത്തിൽ ഒരു വാർദ്ധക്യകാല ആരോഗ്യ പരിപാലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ മാതാപിതാക്കളെ ഇവിടെ ഏൽപ്പിക്കാം. ഇനി ഇവർ ഏത് ആരോഗ്യാവസ്ഥയിലാണെങ്കിലും ഇവർ നോക്കിക്കൊള്ളും. സ്വന്തം ഭവനത്തിൽ കഴിയുന്നതിനേക്കാൾ സുരക്ഷിതത്വത്തോടും സന്തോഷത്തോടും കൂടി ഇവിടെ ഇവർക്ക് കഴിയാനാവും. അതിനി കുറച്ചു കാലത്തേക്കോ സ്ഥിരമായിട്ടോ ഇവിടെ താമസിക്കാം. ഇത് കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് സമീപവും കോട്ടയം CMS കോളേജിന് സമീപത്തും പ്രവർത്തിക്കുന്ന റോസ മിസ്റ്റിക്ക കെയർ ഹോം. വിശ്രമ ജീവിതം ആഗ്രഹിക്കുന്നവർക്കായി ആരോഗ്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഭവനാന്തരീക്ഷം ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു. റോസ മിസ്റ്റിക്ക കെയർ ഹോം ഒരു വൃദ്ധസദനമോ ഓൾഡ് ഏജ് ഹോമോ അല്ല. ഇതൊരു ആരോഗ്യ പരിപാലന കേന്ദ്രമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന റോസ മിസ്റ്റിക്ക കെയർ ഹോമിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. ഞങ്ങള് 17 വർഷമായിട്ട് നേഴ്സായിട്ട് സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മോന് തണുപ്പ് അലർജി ആയിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലേക്ക് നിർത്തി പോരേണ്ട ഒരു സാഹചര്യം വന്നു. ഞങ്ങൾ ഈ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല നേഴ്സിംഗ് കെയർ കൊടുക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട്. അവിടെ ഒരു നേഴ്സിംഗ് കെയർ ആണ് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഒരു പ്രായം ചെന്ന ഒരു അപ്പച്ചനെയും അമ്മച്ചനെയും ടേക്ക് കെയർ ചെയ്യേണ്ടത്, അവരുടെ സയന്റിഫിക് ആയിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഹോം നേഴ്സിംഗ് കെയർ ഇല്ല, നമുക്ക് നേഴ്സിംഗ് കെയർ ആണ്. നമുക്കിവിടെ 40ഓളം സ്റ്റാഫിൽ, റെസിഡൻസിൽ 47 സ്റ്റാഫിൽ 20 നേഴ്സുമാരാവുന്നത്. അവരാണ് ഈ കെയർ ഹോം കൺട്രോൾ ചെയ്തു പോകുന്നത്. അപ്പം ഈ ഇവിടെയുള്ള അപ്പച്ചനമ്മച്ചിമാരുടെ BP, ഷുഗർ, സോഡിയം, പൊട്ടാസ്യം, HP, ഇൻഫെക്ഷൻസ്, ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്ത് പോയാൽ അവരുടെ ഹെൽത്ത് ഒത്തിരി വേഴ്സ് ആകാതെ അല്ലെങ്കിൽ അവരുടെ ആ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇപ്പം അവരുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കാം, ഡോക്ടർ വരും. അങ്ങനെ ഒരു സയന്റിഫിക് ആയിട്ട് അവരുടെ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇവിടെ ടേക്ക് കെയർ ചെയ്യുകയാണ്. A to Z കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ A to Z കാര്യങ്ങൾ നമ്മൾ അവരുടെ മാനിക്യൂർ, പെഡിക്യൂർ, അവരുടെ മോഷൻ കൺട്രോള്, അതുപോലെ അവരുടെ മെഡിസിൻ, ഇതെല്ലാം നമ്മൾ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യും. ഇപ്പോൾ നമുക്ക് കുറെ കെയർ ഹോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളതിൽ നിന്ന് നമ്മുടെ റോസ മിസ്റ്റിക്ക എങ്ങനെയാ ഒരു വ്യത്യസ്തമാകുന്നത്? അത് ഇപ്പോൾ പറഞ്ഞ നമ്പർ 1 കാര്യം അത് തന്നെയാണ്. ഇവിടെ ഹോം നേഴ്സസ് അല്ല വർക്ക് ചെയ്യുന്നത്, ഇവിടെ സ്റ്റാഫ് നേഴ്സസ് ആണ് വർക്ക് ചെയ്യുന്നത്. അവർ പഠിച്ചവരാണ്. ആ നോളജ് വെച്ച് തന്നെയാണ് അവരുടെ പ്രാക്ടിക്കലായിട്ടും തിയറിയിലുള്ള നോളജും. ഇത് ഭയങ്കര സഹായമാണ് ഇവിടെ. അതുപോലെ ഇവിടെ ഏത് അപ്പച്ചനമ്മച്ചിമാരെയും നമ്മൾ എത്ര വയ്യാത്തവര്, പാരലൈസായി കിടക്കുന്നവരാവട്ടെ എന്താവട്ടെ, അവരെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു റൂമിനകത്ത് അടച്ച് ആ റൂമിന്റെ മാത്രം ഭിത്തികൾ കാണുവാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല. നമ്മുടെ ദിവസത്തിൽ 2 പ്രാവശ്യം അവരെ മൊബിലൈസ് എടുത്ത് വെളിയിൽ കൊണ്ടുവരുന്നു. അവരും ഈ പ്രകൃതിയുടെ ഈ മന്ദമാരുതിന്റെ തലോടലൊക്കെ അനുഭവിക്കട്ടെ, ഈ കിളികളുടെ ശബ്ദം അല്ലെങ്കിൽ റെയിൻ, മഴയുടെ ശബ്ദമൊക്കെ അവരും ആസ്വദിക്കട്ടെ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൂടുതൽ സ്റ്റാഫ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് റിച്ചായ ഹോംലി ഫുഡാണ് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വൈറ്റൽ സയൻസും അതുപോലെ സർട്ടൺ ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം പീരിയോഡിക്കലായിട്ട് ചെയ്യുന്നത് കൊണ്ട്
അവരുടെ ലൈഫിന് തന്നെ ഒരു ക്വാളിറ്റി ഉണ്ട്. അവരെപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായ ആവശ്യം വരുന്നില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബൈസ്റ്റാൻഡർ വേണ്ട ഞങ്ങൾക്ക്. നമുക്ക് ആവശ്യത്തിലധികം സ്റ്റാഫാണ്. അതുകൊണ്ട് എത്ര വയ്യാതെ കിടക്കുന്നവർക്ക് പോലും അവരുടെ അടുത്ത് പോലും അവർക്ക് വരെ സ്പെഷ്യൽ അറ്റൻഷൻ ലഭിക്കുന്നുണ്ട്. വീട്ടുകാരും നമ്മുടെ കൂടെ വേണ്ട. അവർക്ക് വിസിറ്റേഴ്സ് ആയിട്ട് വന്നു പോകാം. ആരും ഇവിടെ വരേണ്ട ആവശ്യമില്ല, നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഹോസ്പിറ്റലിലും അതെ, നമ്മൾ തന്നെ ബൈസ്റ്റാൻഡേഴ്സിനെ എല്ലാം അറേഞ്ച് ചെയ്യുകയാണ്. പിന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കഴിവതും ഓർഗാനിക് ആക്കുകയാണ് ഫുഡ്. അതായത് നമ്മളിപ്പം ഗോതമ്പ്, മഞ്ഞള്, കുരുമുളക്, മല്ലി എല്ലാം വീട്ടിൽ തന്നെ ഇവിടെ തന്നെ വാങ്ങിച്ച് കഴുകി വാരി ഉണങ്ങി പൊടിച്ച് നമുക്ക് കുറെ സ്റ്റാഫിനെ കുറയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് പോയി ഒരു മീഡിയം സാധാരണ ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ വാങ്ങാം. പക്ഷെ അതിനകത്തൊക്കെ മായം ചേർത്താം. അപ്പൊ നമ്മൾ കാശ്മീരി മുളക് അങ്ങനെ എല്ലാം വാങ്ങും. അതുപോലെ പുളികളൊക്കെ മീൻ കറിക്കകത്തുണ്ട് പുളി, സാമ്പാറിൽ ഇടേണ്ട പുളി, അതെല്ലാം കുറച്ച് കോസ്റ്റ്ലി ആണ് നമ്മൾ തൊട്ടടുത്ത വീടുകളിൽ നിന്ന് വാങ്ങുമ്പോൾ. പക്ഷെ അപ്പൊ അത് പ്യുവറാണ്. അപ്പൊ നമ്മൾ അതെല്ലാം വാങ്ങിച്ച് തന്നെയാണ് ഇന്ന് വരെയും മുമ്പോട്ട് പോയിട്ടുള്ളത്. ഹായ് അങ്കിൾ, അങ്കിളുടെ പേരെന്താ? എന്റെ പേര് മിസ്റ്റർ ടി.സി. അബ്രഹാം. ഓക്കെ, ഇവിടെ റോസ മിസ്റ്റിക്കയിൽ വന്നിട്ട് എത്ര നാളായി? ഇവിടെ 1 മാസത്തിൽ കൂടുതൽ. 1 മാസത്തിലേറെ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ? ഇഷ്ടപ്പെട്ടോ? ഇവിടെ എന്റെ വീടിലും കാര്യമായിട്ടാണ് ഇവിടെ ഇവരെ നോക്കുന്നതും എനിക്ക് വേണ്ടി കെയർ ചെയ്യുന്നതും. എന്റെ സമയത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരും. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളായാലും എന്തായാലും എല്ലാം വളരെ കെയർ ആയിട്ടാണ് ഇവിടെ. ട്രീറ്റ്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ഇടപെടലും കാര്യങ്ങളും ഇവിടുത്തെ നഴ്സുമാരും മറ്റ് സ്റ്റാഫുകളും നല്ല നമ്മുടെ സഹോദരങ്ങളെ പോലെയാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. കൂടാതെ നമ്മുടെ ഓണർ ഫ്രാൻസിസ് സാറും ഡെയിലി ഇവിടെ വന്ന് ഞങ്ങളെക്കുറിച്ച് എല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് എന്താ എന്താ ആവശ്യം വേണ്ടതെന്നല്ല ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ട ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം ചെയ്തു തന്നിട്ടാണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവരും ഫ്രണ്ട്ലിയാണ്. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വെരി ഹാപ്പിയാണ്. ഓക്കെ. അതുപോലെ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം ആയിട്ടും ലോങ് ടൈം ആയിട്ടും ഇവിടെ റെസിഡൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫ്രാക്ചർ വന്നു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ മക്കൾ വിദേശത്താണ്, നമുക്കൊന്ന് മക്കളുടെ കൂടെ പോകണം, പേരൻസിനെ ഇട്ടേച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പം പേരൻസിനെ ഇവിടെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് ഈ മക്കളുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പം പേരൻസിനെ കൂട്ടിക്കൊണ്ട് പോകാം. അങ്ങനെ ഷോർട്ട് ടൈം ആയിട്ട് ഇവിടെ റെസിഡൻസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നേഴ്സിംഗ് കെയർ ഒക്കെ കൊടുത്ത് ഇപ്പം ഫ്രാക്ചർ ഒക്കെ കഴിഞ്ഞാണെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ കിട്ടി, ഇപ്പൊ ഡോക്ടറിന്റെ സേവനമൊക്കെ കിട്ടി, അവർക്ക് ഒരു സർട്ടൻ മന്ത്സ് കഴിഞ്ഞാൽ ഡേയ്സ് കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോകാം. പിന്നെ ലോങ് ടൈം എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ലോങ് ശിഷ്ടകാല ജീവിതം ഇവിടെ താമസിക്കുകയാണ്. ഇതൊരു ഹോമിലി അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കിയിരിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ട്രക്കോസ്റ്റമി ഉള്ളവരുണ്ട്, റൈസ് ട്യൂബ് ഉള്ളവരുണ്ട്, കത്തീഡ്രൽ ഉള്ളവരുണ്ട്, ബൈപ്പാപ്പ് ഉള്ളവരുണ്ട്, പെഗ് ഫീഡിങ് നമുക്ക് ഉള്ളവരുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ എന്തെല്ലാം നേഴ്സിംഗ് കെയർ കൊടുക്കാം. കാരണം ഒരു നേഴ്സസ് ആണ്, ഒരു 10, 15, 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് ആണ്. അതുകൊണ്ട് ഒരു നേഴ്സിംഗ് ക്വാളിറ്റി എന്തെല്ലാം രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യും. ഈവൻ വെന്റിലേറ്റർ പേഷ്യന്റിനെ വരെ പോർട്ടബിൾ വെന്റിലേറ്റർ പേഷ്യന്റിനെ വരെ നമ്മൾ ഇവിടെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. 6 മാസം മുമ്പ് സ്പൈനൽ കോഡിന് കാര്യമായ ആക്സിഡന്റ് സംഭവിച്ച രാജേഷ് ഏട്ടനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആളോടൊന്ന് ചോദിച്ചറിയാം. ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ശരിക്കും അന്ന് സംഭവിച്ചേ? ഞാൻ ഒരു 6-6:30 മുറ്റത്ത് വീണു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി, കിടങ്ങൂർ ആശുപത്രിയിൽ പോയത്. കിടങ്ങൂരത്ത് മെഡിക്കൽ കോളേജിൽ പോയി, മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജായി പാലാ ആശുപത്രി വന്നു. അവിടുന്ന് ഇവിടെ വന്നു. അന്ന് ആക്സിഡന്റ് ശരിക്കും എന്താ സ്പൈനൽ കോഡിനെ പറ്റിയേ? ചെറിയൊരു പൊട്ടൽ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു പൊട്ടൽ. അന്നത്തെ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഒന്ന് പറയൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളി വലിച്ച് നല്ല ഇതായിരുന്നു. പിന്നെ നേഴ്സസ് ആണെങ്കിലും വളരെ കെയറിങ് ആയിരുന്നു. ഈ വന്നപ്പം വളരെ എന്നാ പറയുന്നത്, ചുമ്മാ കഴുത്തൊരു കോളർ ഉണ്ടായിരുന്നു, കട്ടി ചുമ്മാ കിടക്കായിരുന്നു. ഇപ്പൊ കോളറൊന്നും വെക്കുന്നില്ല. ഇപ്പൊ കൈ നേരെയാകാനായിട്ട് ഒരു ഇത് വെക്കുന്നുണ്ട്. ഒത്തിരി 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 ഒത്തിരി
അത്യാവശ്യം ഇതിൽ 2 റൗണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അത് കൂടുതൽ. പക്ഷെ എന്നാലും അത്രയും ഇമ്പ്രൂവ്മെന്റ് ആയി അല്ലേ? ഉം. എങ്ങനെയുണ്ട് ഇവരൊക്കെ? എങ്ങനെയുണ്ട് പെരുമാറ്റവും അമ്മ കെയർ ചെയ്യുന്നതും ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മോളെ. നന്നായിട്ടാ? അതെ. പിന്നെ ചികിത്സയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയോ? ചികിത്സയുടെ ഒക്കെ കാര്യങ്ങളോ? അസുഖം വല്ലതും വന്നാൽ ആശുപത്രി കൊണ്ടുപോകും. ആ, ഇവിടെ വന്നിട്ട് കെയർ ചെയ്യുന്നതോ? നന്നായിട്ട് കെയർ ചെയ്യും? കുഴപ്പമില്ല. നമ്മുടെ സ്വന്തം മക്കൾ നോക്കുന്നതിനേക്കാളും നന്നായി. ഇവര് നമ്മളെ നോക്കുന്നുണ്ട്. അതാണ് അതിന്റെ ബാക്കി. അതെ. എനിക്ക് നോക്കാൻ പറ്റാണെങ്കിൽ എനിക്ക് ഭാര്യയില്ല, ആരും ഞാൻ മമ്മി മാത്രമേ ഉള്ളൂ. അപ്പം ഒരു വേലക്കാരി വെച്ചാലോ ആര് വെച്ചാലോ അത് അത്ര കെയർ ആയില്ല. ലിമിറ്റേഷൻസ്. നമുക്ക് വീട്ടിൽ നിന്ന് ഉറങ്ങാൻ സ്വന്തമായിട്ട് എന്റെ അമ്മ പോലെ സൂക്ഷിച്ച് അവർ നോക്കുന്നുണ്ടെന്നുള്ള ഉറപ്പിക്കും. കാരണം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് വന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നേഴ്സുമാരായിട്ട് സഹായിക്കാനും സ്നേഹിക്കാനും അങ്ങനെ എല്ലാ രീതിയിലും ഇപ്പോൾ ഗ്യാരണ്ടി ഉണ്ടോണ്ടാണ്. അല്ലെങ്കിൽ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സന്തോഷവും അതുകൊണ്ടൊക്കെയാണ് മമ്മി ഇത്രയും ഡെവലപ്പ് ആയത്. ഇപ്പം മമ്മി ഹാപ്പിയാണ്? ഇപ്പൊ എല്ലാം ഓക്കെയാണ്? ഇപ്പൊ മമ്മി വരാൻ തയ്യാറായി ആഹാരം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് പറയാൻ തയ്യാറായി. ഇപ്പോൾ ബൈബിളിലൊക്കെ സാക്ഷ്യം പറയല്ലോ. ഇപ്പോൾ ഒരു സത്യം പറയാൻ മമ്മി ഇരിക്കുക. ഷൂ എല്ലാം എടുത്ത് മമ്മി ഇപ്പോൾ ക്ലാസ്സേ ഉള്ളൂ. ഒരാഴ്ച കഴിയുമ്പം ചക്കോച്ചമ്മയുടെ ഓപ്പറേഷൻ ആയിരുന്നു. ഭയങ്കര ക്രിട്ടിക്കല് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഇന്ന് ചെറിയ ക്ലാസ്സേ അത് ഇവിടെ ട്യൂബ് ട്യൂബും എല്ലാ രീതിയിലും മമ്മിനെ ഇപ്പോലെ കൊണ്ടുവന്നാ ഇവിടെ. അപ്പൊ മമ്മി വേണമെങ്കിൽ ഓട്ടോ പിടിച്ചാലോ കാറായി വരാമെന്ന് പറഞ്ഞു. അത്ര ഓക്കെ ആയി. അത്ര ഓക്കെ ആയി. ഓക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. കൈ തന്നെ ധൈര്യമായിട്ടിരുന്നേ കേട്ടോ. 24 മണിക്കൂറും പ്രവർത്തന സജീവമായ യൂറോപ്യൻ നിലവാരമുള്ള നഴ്സിംഗ് പരിചരണമാണ് ഇവിടെയുള്ളത്. ആവശ്യമായ സമയങ്ങളിൽ ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും ഇവിടെ നൽകുന്നു. ആവശ്യമായ സമയത്ത് വിദഗ്ധ ഡോക്ടറിന്റെ സേവനം ഇവിടെ ഉറപ്പാക്കുന്നു. വിദഗ്ധ പരിശീലനം നേടിയ വിദഗ്ധ പാലിയേറ്റീവ് കെയർ വിഭാഗം ആരോഗ്യ പരിപാലനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. വളരെ ശ്രദ്ധയും പരിശീലനവും അത്യാവശ്യമായ ട്രക്കിയോസ്റ്റമി കെയർ, സക്ഷൻ, ബെഡ് റിഡൻ വിത്ത് ബെഡ് സോർ കെയർ തുടങ്ങി ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന എല്ലാവിധ നഴ്സിംഗ് കെയർ ഇവിടെ വിദഗ്ധർ ചെയ്യുന്നു. കൂടാതെ ഫോളീസ് കത്തീറ്റർ ആൻഡ് റൈലസ് ട്യൂബ് ഇൻസേഷൻ, പെഗ് ട്യൂബ് ഫീഡിംഗ്, ജി ക്രിട്ടിക്കൽ കെയർ സപ്പോർട്ട്, വെന്റിലേറ്റർ, ബിപാക് തുടങ്ങി സങ്കീർണമായ പല ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആശുപത്രിയിൽ പോകാതെ തന്നെ ഇവിടെ ചെയ്യാനാവുന്നു. ഹെവി റെസിഡൻസിനെ ലിഫ്റ്റ് ചെയ്യുവാനുള്ള ആധുനിക ഉപകരണം സ്ലിംഗ് ഹോയിസ്റ്റ് മുതൽ 24 മണിക്കൂറും ആംബുലൻസ് സൗകര്യം വരെ എല്ലാം ഇവിടെയുണ്ട്. വാർദ്ധക്യകാലത്ത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാനസിക പിരിമുറുക്കവും അനുബന്ധമായ മാനസിക പ്രശ്നങ്ങളും സ്വാഭാവികമാണ്. ഇതിന് MSW ബിരുദാനന്തര ബിരുദ യോഗ്യതയും എക്സ്പീരിയൻസുമുള്ള സോഷ്യൽ വർക്കർമാരുടെ മേൽനോട്ടത്തിൽ കൗൺസിലിംഗ്, മാനസിക ഉല്ലാസം നൽകുന്ന പ്രോഗ്രാമുകൾ എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. മനോഹരവും സൗകര്യപ്രദവുമായ AC ആൻഡ് നോൺ AC മുറികൾ ഇവരുടെ താമസം സുരക്ഷിതമാക്കുന്നു. പരസഹായമില്ലാതെ അല്പം പോലും യാത്ര ചെയ്യാനാകാത്തവർക്ക് പോലും എല്ലാ ദിവസവും അല്പസമയം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇവിടെ അവസരമൊരുക്കുന്നു. ഇനി അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ ബൈസ്റ്റാൻഡർ ആവശ്യമെങ്കിൽ അതും റോസാ മിസ്റ്റിക്ക സജ്ജീകരിക്കും. ഇനി വൃദ്ധരായ മാതാപിതാക്കളെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആകേണ്ട. നിങ്ങൾക്കായി റോസാ മിസ്റ്റിക്ക കെയർ ഹോം ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാനായി നേരിട്ട് കണ്ടുവന്ന് മനസ്സിലാക്കുകയോ താഴെ ചേർക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്താൽ മതി.